ഒരു പുസ്തകപ്രേമിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കുടിയും കുഞ്ഞു പെങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ദാറ്റ്സ് ദി ഫസ്റ്റ് മലയാളം ബുക്ക് ഐ റെഡ്. ആൻഡ് ആ ഒരു ബുക്കിലേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിനെ മൊത്തം കിടുകിട വിറപ്പിച്ച ഒരു മാത്സ് ടീച്ചർ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം മിസ് PT പീരീഡ് ക്ലാസ്സിലേക്ക് കയറി വന്നു. PT ക്ലാസ്സുകൾ മാത്സ് ടീച്ചർമാർ അടിച്ചു മാറ്റുന്നത് അക്കാലത്ത് സ്ഥിരം പരിപാടിയായിരുന്നു. അപ്രതീക്ഷിതമായി കയറി വന്നതിനാൽ ഹോംവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തലേന്ന് രാത്രി ഒരുപാട് പണിയുള്ള ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞുള്ള വിഷയങ്ങളുടെ ഹോംവർക്ക് ലഞ്ച് ബ്രേക്കിന് ചെയ്യുന്ന ശീലം അന്നേരം ഞാൻ തുടങ്ങിയിരുന്നു. ഹോംവർക്ക് ചെയ്യാത്തത് ആരൊക്കെയാണ് എന്ന സ്ഥിരം ചോദ്യം എത്തിയപ്പോൾ കുറേ ആൺകുട്ടികളും ഞാനും മാത്രം എഴുന്നേറ്റ് നിന്നു. ക്ലാസ്സിലെ മുഴുവൻ പെൺകുട്ടികളും ഹോംവർക്ക് ചെയ്തിരുന്നു. ഞാൻ മാത്രം ഒറ്റയ്ക്കായി. ഹോംവർക്ക് ചെയ്യാത്തവരെല്ലാം ഈ തറയിൽ വന്നിരുന്നു, ടീച്ചർ പറഞ്ഞു. അത്രയും ആൺകുട്ടികളോടൊപ്പം ഒറ്റയ്ക്ക് തറയിലിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി. ആകെ ചമ്മിയ മുഖവുമായി ക്ലാസ്സിൻ്റെ മുൻഭാഗത്തേക്ക് അവരോടൊപ്പം ഞാനും പോയി. ഓരോ സ്ഥാനങ്ങൾ കണ്ടെത്തി ടീച്ചർ ഓരോരുത്തരെയും ഇരുത്തി. അവിടെ ഇരുന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും ബോർഡിൽ എഴുതിയിടുന്ന നോട്ടുകൾ എഴുതുകയും കൂടെ വേണമായിരുന്നു. ബെഞ്ചുകളിൽ ഇരിക്കുന്ന കുട്ടികൾ ഞങ്ങളെ നോക്കി കളിയാക്കി ചിരിച്ചു. ഒരു ഹോംവർക്ക് പോലും പിന്നത്തേക്ക് വെക്കില്ല എന്ന തീരുമാനം അന്ന് ആ തറയിൽ വെച്ച് ഞാൻ എടുത്തു. മിസ്സേ, ഒരു നീണ്ട വിളി കേട്ട് ഞങ്ങളെല്ലാം മുൻവശത്തേക്ക് നോക്കി. അത് ഞങ്ങളുടെ PT മിസ്സായിരുന്നു. സന്തോഷത്തോടെ എല്ലാവരും മിസ്സിനെ നോക്കിയിരുന്നു. ആരോട് ചോദിച്ചിട്ടാണ് മിസ് എൻ്റെ പീരീഡ് എടുത്തേ? അത് പിന്നെ സവിതേ, പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല. ടൈം ടേബിൾ നോക്കിയപ്പോൾ ഈ പീരീഡ് നീയാണെന്ന് കണ്ടു. അതാ ഞാൻ വന്നേ. നീ ക്ലാസ്സിൽ വരുമ്പോൾ കാര്യം പറയാമെന്ന് വെച്ചു, മാത്സ് ടീച്ചർ പറഞ്ഞു. ചമ്മി നാറിയ മുഖഭാവമായിരുന്നു ഞങ്ങളെ വിറപ്പിച്ച മാത്സ് ടീച്ചറിന് അന്നേരം. അത് ശരി, ബാക്കി വിഷയങ്ങളുടെ പോർഷൻസ് തീർന്നില്ലെങ്കിൽ പഠിപ്പിച്ചു തീർക്കാനുള്ള പീരീഡായോ PT? കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നേക്കുമല്ലായിരുന്നോ? ഇപ്പോൾ എല്ലാവരും അതങ്ങ് അവകാശമാക്കിയെടുത്തു. ഞങ്ങൾക്കുമുണ്ട് പോർഷൻസൊക്കെ തീർക്കാൻ. പഠിത്തം മാത്രമാകുമ്പോൾ പിള്ളേർക്ക് പഠിക്കാനുള്ള ഉന്മേഷമൊക്കെ പോകും. ഒരു മാസമായിട്ട് ഈ പിള്ളേരുടെ PT മുടങ്ങിയിരിക്കുക. ഇന്ന് ഞാൻ എടുക്കുക എൻ്റെ പീരീഡ്. ഞങ്ങൾ ശമ്പളം മേടിക്കുന്നതല്ലേ, വല്ലപ്പോഴും ഒക്കെ പണിയെടുക്കാൻ നിങ്ങൾ ഞങ്ങൾക്കൊരു അവസരം താ. PT മിസ്സിൻ്റെ ഡയലോഗ് കേട്ടിട്ട് എണീറ്റ് നിന്ന് കൈയടിക്കാൻ എനിക്ക് തോന്നി. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. പെട്ടെന്ന് മഴ പൊടിഞ്ഞു. അതുവരെ നല്ല വെയിലായിരുന്നു. കോഴിയുടെയും കുറുക്കൻ്റെയും കല്യാണം എന്ന ചർച്ച എത്തി ക്ലാസ്സിൽ. ഇനിയിപ്പോൾ എനിക്ക് മാത്സ് ക്ലാസ് എടുക്കാമല്ലോ, ജയിച്ച ഭാവത്തോടെ മാത്സ് ടീച്ചർ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് PT ടീച്ചർ. എല്ലാവരും ലൈബ്രറിയിലേക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെല്ല്, ഞാൻ അവിടെ കാണും. വിട്ടുതരാൻ മനസ്സിലടി എന്ന ഭാവത്തിൽ PT ടീച്ചർ പറഞ്ഞു. അങ്ങനെ മാത്സ് ടീച്ചർ എന്ന വൻമരം വീണു. അത് കലക്കി മിസ്സേ, ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ മിസ്സിൻ്റെ ഫാനായി കഴിഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ രോമാഞ്ച നിമിഷമായിരുന്നു അത്. മാത്സ് മിസ് എന്നെ ഒരു ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി. അന്ന് മുതൽ ഞാൻ പുള്ളിക്കാരിയുടെ കണ്ണിൽ ഉണ്ണിയായി. ഞങ്ങൾ ലൈബ്രറിയിലേക്ക് ചെന്നു. ചെരുപ്പൂരി പുറത്തിടണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഷൂവും സോക്സും ഇടുന്ന ദിവസമായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ തിങ്കളും വ്യാഴവും ഫുൾ യൂണിഫോം ഇടണമായിരുന്നു. ഇടാത്ത പക്ഷം 10 രൂപ ഫൈൻ ഉണ്ടായിരുന്നു. ഞാൻ വളരും തോറും ഫണ്ടിൻ്റെ മൂല്യവും കൂടിക്കൂടി വന്നു. ഈ പൈസ പോകുന്നത് മാസത്തിലൊരിക്കൽ പിരിക്കുന്ന സോഷ്യൽ ആക്ഷൻ ഫണ്ട് എന്നതിനു വേണ്ടിയുള്ള പെട്ടിയിലേക്കാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. എല്ലാ കുട്ടികളും ഷൂ ഒരു ലൈബ്രറിയിലേക്ക് കയറിയപ്പോൾ സഹിക്കാൻ പറ്റാത്ത നാറ്റമായി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു സ്കൂൾ ലൈബ്രറി കാണുന്നത്. ആ ആവേശത്തിൽ ഞാൻ ആ ദുർഗന്ധമങ്ങ് മറന്നു. ഞങ്ങളുടെ സ്കൂളിൽ ലൈബ്രറി കാർഡ് 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പരിസരത്ത് ഞങ്ങൾ പോയിരുന്നില്ല. ആദ്യമായിട്ട് കയറാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നെങ്കിലും എല്ലാം സഹിച്ച് ഞാനൊരു മൂലയിലേക്ക് ഓടിപ്പോയി. മൂലകൾ അന്നും എന്നെ ആകർഷിച്ചിരുന്നു. ക്ലാസ്സിലെ കുട്ടികൾ കൂട്ടം കൂടിയിരുന്ന് വർത്തമാനം തുടങ്ങിയപ്പോൾ PT ടീച്ചർ വിസിലടിച്ചു. ലൈബ്രറിയിൽ ശബ്ദമുണ്ടാക്കരുത് എന്ന് പലയിടത്തും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർ ബഹളം വെച്ചത് നന്നായി തോന്നി കാണില്ല. പിന്നെ ഒരുപാട് മുതിർന്ന കുട്ടികൾ പഠിക്കുന്നതും എഴുതുന്നതുമൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ദിവ്യമായ സ്ഥലം പോലെയാണ് എനിക്ക് ലൈബ്രറി തോന്നിയത്. എല്ലാവരും എന്തെങ്കിലും ഇരുന്ന് വായിക്കൂ എന്ന് ടീച്ചർ പറഞ്ഞു. ആരും ശബ്ദമുണ്ടാക്കരുത് എന്നും ഓർമ്മപ്പെടുത്തി. കുറേ കുട്ടികൾ കളിക്കുടുക്കയും ബാലരമയും തേടി പോകുന്നത് കണ്ടു. ഈ ലക്കം ഞാൻ വായിച്ചില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ കേട്ടു. ബാലരമയെയും കളിക്കുടുക്കയെയും എനിക്കന്നത്ര പരിചയം പോരായിരുന്നു. മിക്ക കുട്ടികളുടെയും വീട്ടിൽ അത് വരുത്തുന്നുണ്ടായിരുന്നു എന്നും എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് അത് വരാറുള്ളതെന്നും അതിനോടൊപ്പം പല ദിവസങ്ങളിലും പല സമ്മാനങ്ങളും കിട്ടാറുണ്ടെന്നുമൊക്കെ അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. മാസാമാസം പാലിൻ്റെയും പത്രത്തിൻ്റെയും കാശ് കൊടുക്കുന്നതിൽ കണക്ക് വെക്കുന്ന ഒരിടത്ത് വായിക്കാൻ വേണ്ടി ഇത് വരുത്തി തരാമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം എനിക്കന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായും കിട്ടുമായിരുന്നു. പക്ഷേ ഇല്ലായ്മകൾ അറിയിക്കാതിരുന്നിട്ടും അറിയാൻ ശ്രമിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ അത് ചോദിക്കാതിരിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമായി ഞാൻ കണക്കാക്കി. ഞാൻ ബാലരമ കളിക്കുടുക്ക കൂട്ടരിൽ നിന്നും ഒരല്പം മാറി.
ചായക്കടയിൽ പലഹാരങ്ങൾ വെക്കുന്ന അലമാരയിൽ പുസ്തകങ്ങൾ നിലനിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിശയമായി. കുറേ പഴക്കം ചെന്ന പുസ്തകങ്ങളായിരുന്നു ആ പൊടി പിടിച്ച അലമാരയിൽ. ഞാൻ മെല്ലെ അതിൻ്റെ ചില്ലുവാതിൽ തുറന്നു. കീറിയ ഒരു പുറംചട്ട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും മരച്ചില്ലയുടെ കീഴിൽ നിൽക്കുന്നു. മഴയും പെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ ഒരു സ്ലേറ്റും ഉണ്ടായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ മുഖചിത്രം. വളരെ നിഷ്കളങ്കമായി എനിക്ക് തോന്നി. ചുവന്ന നിറത്തിൽ ഒരു കൊടിയും കുഞ്ഞു പെങ്ങളും എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്ത വരിയിൽ കറുത്ത നിറത്തിൽ മുട്ടത്ത് വർക്കി എന്നും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ ആ പുസ്തകം എന്നോട് എന്നെ വായിക്കൂ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അതും എടുത്തുകൊണ്ട് ഒരു നല്ല സീറ്റിൽ ചെന്നിരുന്നു. തുറന്നിട്ട ജനാലയിലൂടെ വീശിയടിക്കുന്ന കാറ്റ് എൻ്റെ മുഖത്തെ തലോടി. ചാറ്റൽ മഴയിൽ നനഞ്ഞ ജനൽപ്പാളികൾ അന്തരീക്ഷത്തിന് ഏറെ ഭംഗി കൂട്ടിയ പോലെ എനിക്ക് തോന്നി. എടാ, മറ്റേ CD കിട്ടിയിട്ടുണ്ട്, അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആൺകുട്ടി പറയുന്നത് കേട്ടു. കണ്ടിട്ട് ഒരു 7ാം ക്ലാസ്സിൻ്റെയൊക്കെ മുഴുപ്പുണ്ടായിരുന്നു. എൻ്റെ പൊന്നി ഏട്ടാ, ഇന്ന് വേണ്ട, മറ്റവൻ റീഡെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, മറ്റൊരാൺകുട്ടി പറയുന്നത് കേട്ടു. ഏത് സോണിയോ? ആദ്യത്തെ ചേട്ടൻ ചോദിക്കുന്നു. എന്തോ വശപ്പശക്കുള്ള CD-യെക്കുറിച്ചാണ് ഇവർ പറയുന്നതെന്നും മറ്റവൻ എന്നൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ സാറിനെയാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് മാറി കുറച്ച് മുന്നോട്ടിരുന്നു. അവർ ഏറ്റവും പിറകിൽ നിന്നുകൊണ്ടായിരുന്നു അശ്ലീല ചർച്ചകൾ. ഞാൻ ഏറെ താല്പര്യത്തോടെ ആ പുസ്തകം വായിച്ചു തുടങ്ങി. ലില്ലിയും സഹോദരൻ ബേബിയും തമ്മിലുള്ള ആത്മബന്ധം എന്നെ വല്ലാതെ സ്പർശിച്ചു. എനിക്ക് സഹോദരനില്ലാത്തതുകൊണ്ട് തന്നെ സഹോദരൻ എന്ന വിഷയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ അവൾക്ക് കുട വാങ്ങി വരാമെന്ന് ഉറപ്പ് നൽകി വീട് വിട്ടു പോകുന്നതും അവന് പിന്നാലെ പേരമ്മയുടെ മർദ്ദനം സഹിക്കാനാവാതെ അവളും വീട് വിട്ടു പോകുന്നതുമൊക്കെ എന്നെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി. വർഷങ്ങൾക്ക് ശേഷമുള്ള ഇരുവരുടെയും കൂടിക്കാഴ്ചയും ഒരു കൂടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതും അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളുമൊക്കെയായി ഈ കൊച്ചു പുസ്തകം എന്നെ അതിശയപ്പെടുത്തി. പോകുന്നില്ലേ? ലൈബ്രറിയൻ എന്നോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നത്. ഞാൻ എവിടെയോ ആയിരുന്നു. ലില്ലിയുടെയും ഗ്രേസിയുടെയും ബേബിയുടെയും ഒക്കെ അരികിൽ അവരിൽ ആരൊക്കെയോ ആയി. PT പീരീഡും കഴിഞ്ഞ് വേറെ ഒരു പീരീഡും കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് തുടങ്ങിയിരുന്നു അപ്പോഴേക്കുമെന്ന് ലൈബ്രറിയൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ തലയിൽ കയറിയത്. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞാനൊരു മലയാള പുസ്തകം വായിക്കുന്നത്. ആ പുസ്തകവും എഴുത്തുകാരനും അതിലെ കഥാപാത്രങ്ങളും മലയാള സാഹിത്യത്തിൻ്റെ വാതിൽ എനിക്ക് മുന്നിൽ തുറന്നു തന്ന പോലെ തോന്നി. ഒരിക്കലും ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് കയറി ചെല്ലാനും ഒരിക്കലും ജീവിക്കാൻ കഴിയാത്ത ജീവിതങ്ങൾ ജീവിക്കാനും ഒരിക്കലും കാണാത്ത ലോകത്ത് കറങ്ങി നടക്കാനും ഒരിക്കലും കണ്ടുമുട്ടാൻ പറ്റാത്ത ആളുകളുമായി സംസാരിക്കാനും പുസ്തകങ്ങളിലൂടെയും കഴിയും എന്ന് എനിക്ക് ബോധ്യമായ ദിവസമായിരുന്നു അന്ന്. എഴുത്തുകാരും വായനയും പുസ്തകങ്ങളുമൊക്കെ ഒരു വികാരമായി തോന്നി തുടങ്ങിയ ആ 4ാം ക്ലാസ്സുകാരി ഈ അനുഭൂതിയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു തുടങ്ങി.